നമസ്കാരം. എക്സൽ അക്കാദമിയുടെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീ. 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠത്തിലെ പേജ് നമ്പർ 42 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നത്. അതിൽ ശേഷിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 6th ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: The two circles in the picture cross each other at A and B. The points P and Q are the other ends of the diameters through A. ഓക്കെ, ഇതാണ് പറഞ്ഞത്. ചിത്രത്തിലുള്ള രണ്ട് വൃത്തങ്ങളുടെ കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദുവാണ് എയും ബിയും കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളാണ്. അതിൽ എയിലൂടെയുള്ള രണ്ട് വൃത്തത്തിന്റെയും വ്യാസമാണ് ഒന്ന് എ പിയും എ ക്യൂവും. ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ: പ്രൂവ് ദാറ്റ് പി ബി ക്യൂ ലൈ ഓൺ എ ലൈൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പി ബി ക്യൂ എന്ന് പറയുന്ന മൂന്ന് ബിന്ദുക്കളും ഒരേ രേഖയിലാണ് എന്നാണ് ആദ്യം തെളിയിക്കേണ്ടത്. രണ്ടാമത്തത്: പ്രൂവ് ദാറ്റ് പി ക്യൂ ഇസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് ദി സർക്കിൾസ് ആൻഡ് ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് ദി ലൈൻ ആസ് ദിസ് ലൈൻ. ഓക്കെ, ഈ ലൈൻ പി ബി ക്യൂ എന്ന പോയിന്റിലൂടെ പോകുന്ന ഈ ലൈൻ പി ക്യൂ എന്ന് പറയുന്ന ഈ ലൈൻ ഈ വൃത്തത്തിന്റെ സെന്ററിലൂടെ, ഇതാണ് സെന്ററിംഗിൽ, ഓക്കെ, സെന്ററിലൂടെ പോകുന്ന ലൈനിന് പാരലൽ ആയിരിക്കുമെന്നും ആ ലൈനിന്റെ ഇത് രണ്ട് മധ്യബിന്ദുക്കളും അല്ലെങ്കിൽ കേന്ദ്രങ്ങളും കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന ആ വരയുടെ ഇരട്ടിയായിരിക്കും പി ക്യൂ എന്നുള്ളതാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം നമുക്ക് തെളിയിക്കേണ്ടത് പിയും ബിയും ക്യൂവും ഒരേ രേഖയിലെ ബിന്ദുക്കളാണ്, അല്ലെങ്കിൽ ഈ പി ബി ക്യൂ എന്ന് പറയുന്ന പോയിന്റ്സ് ഒരു ലൈനിലുള്ള മൂന്ന് പോയിന്റ്സ് ആണ് എന്നാണ് തെളിയിക്കേണ്ടത്. അതിനായി നമ്മൾ ആദ്യം ചെയ്യുന്നത് പി ബി ക്യൂ എന്ന് പറയുന്ന ലൈൻ നമുക്ക് ഏതാണോ ലൈനിലാണ് തെളിയിക്കേണ്ടത് അത് മൂന്നെണ്ണം കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം എയും ബിയും കൂടി ജോയിൻ ചെയ്യും. ഓക്കെ, രണ്ട് വൃത്തങ്ങളും കൂട്ടിമുട്ടുന്ന ആ ഒരു ബിന്ദുവും അതും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, നമുക്ക് തെളിയിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പിയും ബിയും ക്യൂവും ഒരേ രേഖയിലെ ബിന്ദുക്കളാണ്, അല്ലെങ്കിൽ ഒരേ ലൈനിലുള്ള പോയിന്റ്സ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ഈ ഒരു വൃത്തത്തിന്റെ ഈ ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ ഒരു വൃത്തത്തിന്റെ വ്യാസമാണ് എ പി. ഓക്കെ, ആ എ പി എന്ന് പറയുന്ന വ്യാസം വൃത്തത്തിന്റെ മുകളിലേക്ക് ഉണ്ടാക്കുന്ന ഒരു കോൺ. ഇപ്പൊ നോക്കൂ, ഈ വ്യാസം ഇത് ഈ ഒരു ചെറിയ വൃത്തത്തിന്റെ മുകളിലേക്ക് ഉണ്ടാക്കുന്ന കോണാണ് കോൺ പി ബി എ, അല്ലെങ്കിൽ എ ബി പി എന്ന് പറയുന്ന കോൺ. ഓക്കെ, അതായത് ചെറിയ വൃത്തത്തിന്റെ വ്യാസം, അതായത് എ പി എന്ന് പറയുന്ന ഈ ഒരു വ്യാസം ആ വൃത്തത്തിന്റെ മുകളിലേക്ക്, ഓക്കെ, വ്യാസത്തിന്റെ രണ്ടറ്റത്തു നിന്നും വൃത്തത്തിലേക്ക് കൂട്ടി യോജിപ്പിച്ച് വരച്ച കോണാണ് കോൺ എ ബി ക്യൂ എന്ന് പറയുന്നത്. അതായത് അർദ്ധവൃത്തത്തിലെ കോൺ അല്ലെങ്കിൽ സെമി സർക്കിളിലെ ആംഗിൾ ആണ് ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. റീസൺ സെമി സർക്കിളിലെ ആംഗിൾ ആണ്, അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോണാണ്. അതേപോലെ വലിയ വൃത്തത്തിന്റെ വ്യാസമാണ് എ ക്യൂ, അല്ലെങ്കിൽ ഡയമീറ്റർ ആണ് എ ക്യൂ. ആ ഡയമീറ്ററിന്റെ രണ്ടറ്റത്തു നിന്നും ഈ വലിയ സർക്കിളിന്റെ മുകളിലേക്ക് ജോയിൻ ചെയ്ത് വരച്ചിട്ടുള്ള ഒരു കോണാണ് കോൺ എ ബി ക്യൂ എന്ന് പറയുന്നത്. ആ ഒരു കോണം 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ മട്ടക്കോണായിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, കാരണം ഇത് അർദ്ധവൃത്തത്തിലെ കോണാണ്, അല്ലെങ്കിൽ സെമി സർക്കിളിലെ ആംഗിൾ ആണ്. ഓക്കെ, പ്രൂഫ് നോക്കാം. ലെറ്റ് എം ആൻഡ് എൻ ബി ദി സെന്റർ. ഓക്കെ, എം എന്ന് പറയുന്നത് ചെറിയ സർക്കിളിന്റെ സെന്ററും എൻ എന്ന് പറയുന്നത് വലിയ സർക്കിളിന്റെ സെന്ററും ആയിട്ട് എടുത്തു. കോൺ എ ബി പി നമ്മളിപ്പം പറഞ്ഞു, കോൺ എ ബി പി 90 ഡിഗ്രി ആയിരിക്കും, കോൺ എ ബി ക്യൂ 90 ഡിഗ്രി ആയിരിക്കും, കാരണം ആംഗിൾ ഇൻ സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോണായിരിക്കും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇതും 90 ഡിഗ്രി ഇതും 90 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, ഈ രണ്ട് കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. ഓക്കെ, കോൺ എ ബി പി പ്ലസ് കോൺ എ ബി ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി.
ഓക്കെ, ഇത് രണ്ടും 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോണുകളും രേഖീയ ജോഡികളാണ്, അല്ലെങ്കിൽ ലീനിയർ പെയർസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, therefore the cone ABP and cone ABQ are linear pairs. ലീനിയർ ഒരേ രേഖീയ ജോഡിയിലാണെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരേ രേഖയിലാണ് അല്ലെങ്കിൽ ഒരു ലൈനിലാണ്. therefore P P Q എന്ന് പറയുന്ന 3 പോയിന്റ്സും ഒരേ ലൈനിന്റെ മുകളിലുള്ള പോയിന്റ്സ് ആയിരിക്കും. ഓക്കെ, ഇതിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അതായത് രണ്ട് വൃത്തങ്ങളുടെയും കേന്ദ്രങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്ന വര, അതായത് ഇവിടെ എം എൻ എന്ന് പറയുന്നത് ഈ പി ക്യൂവിന് പാരലൽ ആണെന്ന് തെളിയിക്കണം. പി ക്യു എം എന്നിന്റെ ഇരട്ടിയാണ് പി ക്യുവിന്റെ നീളം എന്നും തെളിയിക്കണം. ഓക്കെ, എം എന്നിന്റെ ട്വൈസ് ആണ് പി ക്യു എന്നും എം എന്നും പി ക്യുവും പാരലൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, അതിനായി ഞാൻ ഏത് രേഖയാണ് പാരലൽ ആണ് തെളിയിക്കേണ്ടത്? ഈ കേന്ദ്രങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നത്, സെന്റേഴ്സ് തമ്മിൽ യോജിപ്പിക്കുന്നത്, അതായത് എമ്മും എന്നും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ. അതുകൊണ്ട് ഞാൻ എമ്മും എന്നും ജോയിൻ ചെയ്തു. ഓക്കെ, നമുക്ക് ഇനി തെളിയിക്കേണ്ടത് എം എന്നും പി ക്യു പാരലൽ ആണെന്നാണ് ഒന്ന് തെളിയിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് തെളിയിക്കേണ്ടത് പി ക്യു ഈക്വൽ ടു 2mn, അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അതിനായി എം എന്ന് പറയുന്നത് ഈ ഒരു ആദ്യം ഈ എ പി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ആ ട്രയാങ്കിളിന്റെ എ പി എന്ന സൈഡിലെ മധ്യബിന്ദുവാണ് എം. കാരണം എ പി എന്ന് പറയുന്നത് വ്യാസമാണ്, എം എന്ന് പറയുന്നത് കേന്ദ്രമാണ്. അതുകൊണ്ട് അതെന്തായിരിക്കും? സെന്ററിലായിരിക്കും, അല്ലെങ്കിൽ മധ്യബിന്ദു ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ എ ക്യു എന്ന് പറയുന്ന വ്യാസത്തിന്റെ മധ്യബിന്ദു ആയിരിക്കും എൻ. ഓക്കെ, അതായത് ത്രികോണം എ പി ക്യൂയിൽ എ പി എന്ന് പറയുന്ന വശത്തിന്റെ മധ്യബിന്ദുവും എ ക്യു എന്ന് പറയുന്ന വശത്തിന്റെ മധ്യബിന്ദുവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച വരെയാണ് എം എൻ. ഓക്കെ, നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമായിരിക്കും. അതേപോലെ മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് ഈ നമ്മൾ വരച്ച സമാന്തര വരയുടെ ഇരട്ടിയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഇവിടെ നോക്കൂ, ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിന്റെ രണ്ട് മിഡ് പോയിന്റ്സ്, സൈഡ്സിന്റെ രണ്ട് മിഡ് പോയിന്റ്സ് അല്ലെങ്കിൽ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ വശത്തിന്റെ പകുതിയായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടിയായിരിക്കും മൂന്നാമത്തെ വശം എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ അങ്ങനത്തെ ഒരു ത്രികോണമാണ് ത്രികോണം എ പി ക്യു. ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്നതാണ് എം എൻ എന്ന് പറയുന്ന ലൈന്. അതുകൊണ്ട് എം എൻ പി ക്യുവിന് പാരലൽ ആയിരിക്കും. അതുപോലെ പി ക്യുവിന്റെ പകുതിയായിരിക്കും എം എൻ. ഓക്കെ, അപ്പൊ നമ്മള് പ്രൂഫ് ചെയ്തത് ഇങ്ങനെയാണ്. എം ഇസ് എ മിഡ് പോയിന്റ് ഓഫ് എ പി. എം എന്ന് പറയുന്നത് എ പിയുടെ മധ്യബിന്ദുവാണ്. എൻ ഇസ് എ മിഡ് പോയിന്റ് ഓഫ് എ ക്യുവിന്റെ മധ്യബിന്ദുവാണ് എൻ. ത്രികോണം എ പി ക്യുയിൽ ദ ലൈൻ ജോയിനിങ് രണ്ട് മധ്യബിന്ദുക്കൾ തമ്മിൽ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എം എന്നും പി ക്യുവും പാരലൽ ആണെന്ന് എഴുതാൻ പറ്റും. therefore എം എൻ പാരലൽ ടു പി ക്യു, അല്ലെങ്കിൽ എം എന്നും പി ക്യുവും സമാന്തരമാണ്. അതുപോലെ തന്നെ എം എൻ എന്ന് പറയുന്നത് പി ക്യുവിന്റെ പകുതി ആയിരിക്കും. അതായത് എം എൻ ഈക്വൽ ടു ഹാഫ് പി ക്യു, അല്ലെങ്കിൽ പി ക്യു ഈക്വൽ ടു 2m എന്ന് എഴുതാം. ഈ ബൈ 2നെ ഈ ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 2m എന്ന് കിട്ടും. അതായത് പി ക്യു ഈക്വൽ ടു 2mn. അതായത് പി ക്യു എന്ന് പറയുന്നത് എം എന്നിന്റെ ഇരട്ടിയായിരിക്കും. ഇതാണ് നമ്മൾ തെളിയിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് two circles drawn on the two equal sides of an isosceles triangle as diameters pass through the midpoint of the third side. ഓക്കെ, ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ രണ്ട് വശങ്ങളും വ്യാസമായി വരുന്ന രീതിയിൽ ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ ആ വൃത്തം മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ ആയിരിക്കും കടന്നു പോകുന്ന ആ വൃത്തങ്ങൾ. ഓക്കെ, ഇവിടെ ട്രയാങ്കിൾ എ ബി സി, ത്രികോണം എ ബി സിയിൽ എ ബിയും എ സിയും തുല്യമായ വശങ്ങളാണെന്ന് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, എ ബി വ്യാസമായി വരുന്ന രീതിയിൽ ഒരു വൃത്തവും എ സി വ്യാസമായി വരുന്ന രീതിയിലും ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ ആ വൃത്തം ഈ ബി സിയുടെ മധ്യബിന്ദു ഡി ആണെങ്കിൽ ഡിയിൽ കൂടെ കടന്നു പോകും എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, എങ്ങനെയാ നോക്കാം. ആദ്യം ട്രയാങ്കിൾ എ ബി സി എടുത്തു. അതിൽ എ ബിയും എ സിയും ആണ് തുല്യം എടുത്തത്.
കാരണം സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, അതുകൊണ്ട് രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ആ ഈക്വൽ ആയിട്ടുള്ള സൈഡ് അല്ലെങ്കിൽ തുല്യമായ വശങ്ങൾ എന്ന് പറഞ്ഞാൽ എ ബിയും എ സിയും ആയിട്ടാണ് എടുത്തത്. ഓക്കെ, എ ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചു എ ഡി. ഓക്കെ, പെർപെൻഡിക്കുലർ ആണ്, ബി സിയുടെ പെർപെൻഡിക്കുലർ ആണ് എ ഡി. ഓക്കെ, ഫോർ എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്ന ബിന്ദു ബി സിയുടെ മധ്യബിന്ദു ആയിരിക്കും, അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന പോയിന്റ് ബി സിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. കാരണം ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. ഓക്കെ, ഇപ്പൊ സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ട് തുല്യമായ വശങ്ങളുടെയും ആ ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന ബി സിയിലേക്ക് വരച്ച ഒരു പെർപെൻഡിക്കുലർ ആണ് എ ഡി. അതുകൊണ്ട് അത് ബി സിയെ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എ ഡി. അതുകൊണ്ട് ബി ഡിയും ഡി സിയും തുല്യമായിരിക്കും, അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് ബി സിയുടെ മധ്യബിന്ദു അല്ലെങ്കിൽ മിഡ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ എഴുതുന്നത്. നൗ ഡി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ബി സി സിൻസ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസെലസ്. ത്രികോണം എ ബി സി ഒരു സമപാർശ്വ ത്രികോണമായതുകൊണ്ട്. ഓക്കെ, ഈ ഒരു കോൺ ഇനി നമ്മൾ എടുത്തു നോക്കൂ. എ ഡി ബി എന്ന് പറയുന്ന കോൺ 90 ഡിഗ്രിയാണ്. ഓക്കെ, അത് എ ബിയുടെ രണ്ടറ്റത്ത് നിന്നും വരച്ചൊരു കോണാണ്. നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റ് ഇതാണ്. അതായത് ഒരു വരയുടെ രണ്ടറ്റത്ത് നിന്നും ഒരു 90 ഡിഗ്രി വരയ്ക്കുകയാണെങ്കിൽ അത് വൃത്തത്തിന്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ വൃത്തത്തിന്റെ എന്തായിരിക്കും, വ്യാസമായിട്ടും വരും. അപ്പൊ ഇത് എ ബിയുടെ രണ്ടറ്റത്ത് നിന്നും ഒരു 90 ഡിഗ്രി വരുന്ന ഒരു ആംഗിൾ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് ഡി എന്ന് പറയുന്ന ബിന്ദു എ ബി വ്യാസമായിട്ടുള്ള ഒരു വൃത്തത്തിന്റെ മുകളിലായിരിക്കും. ഓക്കെ, അതായത് 90 ഡിഗ്രിയുള്ള ഏത് കോൺ എടുത്തു കഴിഞ്ഞാലും അത് ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് എ ബി വ്യാസമായി വരുന്ന വൃത്തത്തിന്റെ മുകളിലുള്ള പോയിന്റ് ആയിരിക്കും ഡി. ഓക്കെ, എ ഡി ബി 90 ഡിഗ്രി ആയതുകൊണ്ട് ഡി ഇസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് എ ബി ആസ് ഡയമീറ്റർ. എ ബി ഡയമീറ്റർ ആയി വരുന്ന ഒരു സർക്കിളിന്റെ മുകളിലുള്ള പോയിന്റ് ആയിരിക്കും ഡി. എന്തുകൊണ്ടാണ്? കാരണം ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട്. അതേപോലെ ഈ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് എ സി ഡയമീറ്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിളിന്റെ മുകളിലുള്ള പോയിന്റ് ആയിരിക്കും ഡി. ഡി എന്ന് പറയുന്ന പോയിന്റ് എ സി വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആയി വരുന്ന സർക്കിളിന്റെ മുകളിലായിരിക്കും. ഓക്കെ, ഇത് ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് രണ്ട് സർക്കിളിന്റെയും മുകളിലായിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലെ. ഡി എന്ന് പറയുന്നത് എ ബി വ്യാസമായി വരുന്ന ആ ഒരു വൃത്തത്തിന്റെ മുകളിലും ഉണ്ടാവും, എ സി വ്യാസമായി വരുന്ന ആ ഒരു വൃത്തത്തിന് മുകളിലും ഉണ്ടായിരിക്കും. അതായത് ഡി എന്ന് പറയുന്നത് ബി സിയുടെ മധ്യബിന്ദു അല്ലേ. അതായത് ബി സിയുടെ മധ്യബിന്ദു എ ബി വ്യാസമായി വരുന്ന വൃത്തത്തിന്റെയും എ സി വ്യാസമായി വരുന്ന വൃത്തത്തിന്റെയും മുകളിൽ ഉണ്ടായിരിക്കും. അതല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്? നമുക്ക് തെളിയിക്കേണ്ടത് ഇത്രയേ ഉള്ളായിരുന്നു. ഒരു സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ ആയിട്ടുള്ള തുല്യമായ വശങ്ങളിലൂടെ വശങ്ങൾ വ്യാസമായി വരുന്ന രീതിയിൽ, ഡയമീറ്റർ ആയി വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ വശത്തിന്റെ മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു ആ സർക്കിളിന്റെ മുകളിൽ ഉണ്ടായിരിക്കും. അതല്ലേ പ്രൂവ് ചെയ്തത്? അതായത് ഡി എന്ന് പറയുന്നത് എ ബി വ്യാസമായിട്ടുള്ള എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിന്റെ മുകളിലുണ്ട്, എ സി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിന്റെ മുകളിലുണ്ട്. ഡി എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് ബി സിയുടെ മിഡ് പോയിന്റ് ഈ രണ്ട് സർക്കിളിന്റെയും മുകളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് all 4 circles drawn with the sides of a rhombus as diameters pass through a common point. ഒരു സമഭുജ സമാന്തരികം അല്ലെങ്കിൽ ഒരു റോംബസിന്റെ, ഇവിടെ പി ക്യു ആർ എസ് എന്ന് പറയുന്നതാണ് റോംബസ് അല്ലെങ്കിൽ സമഭുജ സമാന്തരികം. അതിൻ്റെ 4 വശങ്ങളും അല്ലെങ്കിൽ 4 സൈഡ്സും ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാവുന്ന രീതിയിൽ 4 സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ആ 4 സർക്കിൾസും ഒരു പോയിന്റിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ 4 ഡയമീറ്റേഴ്സും 4 സൈഡ്സും ഡയമീറ്റർ ആവുന്ന രീതിയിൽ 4 സർക്കിൾസ് വരച്ചു. അത് 4 സർക്കിൾസും ഒ എന്ന പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അതിനാദ്യം ഈ ഒരു സർക്കിളിൻ്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആണ് പി ക്യു. ഓക്കെ, ഈ പി ക്യുവിൻ്റെ രണ്ടറ്റത്തു നിന്നും ഈ സെമി സർക്കിളിലേക്ക് വരച്ച ഒരു കോൺ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലേക്ക് വരച്ച ഒരു കോണാണ് കോൺ പി ഒ ക്യു. അതുകൊണ്ട് ഈ കോൺ 90 ഡിഗ്രി ആയിരിക്കും അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ് ക്യു ആർ.
ക്യു ആറിൻ്റെ രണ്ടറ്റത്തു നിന്നും സർക്കിളിൻ്റെ മുകളിലേക്ക്, ഈ ഒരു സർക്കിളിൻ്റെ മുകളിലേക്ക്, ഇതാണ് സർക്കിളിൻ്റെ മുകളിലേക്ക് വരച്ച ഒരു കോണാണ് കോൺ QOR. അതുകൊണ്ട് ഈ ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഈ ഒരു സർക്കിളിൻ്റെ വ്യാസത്തിൻ്റെ രണ്ടറ്റത്തു നിന്നും വൃത്തത്തിലേക്ക് വരച്ച കോണാണ് കോൺ ROS. അതുകൊണ്ട് ഈ ഒരു കോണും 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ കോൺ POSും 90 ഡിഗ്രി ആയിരിക്കും. കാരണം സെമി സർക്കിളിലെ ആംഗിളാണ്, അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോണാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വൃത്തങ്ങൾ, അപ്പോൾ ഇത് 4 ആംഗിൾസും 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അതേപോലെ PSും RSും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. കാരണം ഇതൊരു റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികമാണ്. സമഭുജ സാമാന്തരികത്തിൻ്റെ 4 വശങ്ങളും തുല്യമായിരിക്കും. അതുകൊണ്ട് ഈ സൈഡും ഈ 4 സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ട്രയാങ്കിൾ PSR കൺസിഡർ ചെയ്യുകയാണെങ്കിൽ PSും RSും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് PSR എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. SO എന്ന് പറയുന്നത് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. കാരണം സമപാർശ്വ ത്രികോണത്തിൻ്റെ, നമ്മൾ തൊട്ട് മുൻപ് ഉള്ള പ്രോബ്ലത്തിൽ പറഞ്ഞതാണ്, ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ തേർഡ് സൈഡിനെ ഈക്വലായിട്ട് ബൈസെക്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് SO. അതുകൊണ്ട് ഇത് 90 ഡിഗ്രിയുമാണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടറുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ 7th ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ ഒരു സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിട്ടുള്ള 2 സൈഡ്സ് വ്യാസമാവുന്ന രീതിയിൽ 2 വൃത്തങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ആ 2 വൃത്തങ്ങളും ഒരു പോയിന്റിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ആ ഒരു പോയിന്റാണ് ഇവിടെ O. ഓക്കെ, കാരണം ഇത് ബൈസെക്ട് ചെയ്യുന്നുണ്ട്, സമപാർശ്വ ത്രികോണമാവുന്നുണ്ട്. അപ്പം നമുക്ക് തൊട്ട് മുൻപുള്ള ആ ഒരു ക്വസ്റ്റ്യനിലുള്ള ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അതായത് ഇത് രണ്ടും ഐസോസിലസ് ട്രയാങ്കിളാണ്. ഐസോസിലസ് ട്രയാങ്കിളും അതേപോലത്തെ ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അത് തേർഡ് സൈഡിൻ്റെ, ആ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഡയമീറ്റർ ആവുന്ന രീതിയിൽ 2 സർക്കിൾസ് വരച്ചു കഴിഞ്ഞാൽ 2 സർക്കിൾസും തേർഡ് സൈഡിൻ്റെ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതേപോലെ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളും ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഇവിടെയും തേർഡ് സൈഡ് PR ആണ്. അപ്പോൾ PRൻ്റെ മിഡ് പോയിന്റ് O തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ 2 സർക്കിളും പോകുന്നതും O എന്ന് പറയുന്ന പോയിന്റിലൂടെ ആയിരിക്കും. അതുകൊണ്ട് 4 സർക്കിൾസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ് O എന്ന് കിട്ടും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഒന്നുകൂടി പറയാം. അതായത് ഈ 2 സർക്കിളും ഈ 2 ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ഒന്ന് PSR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. കാരണം ഇതൊരു സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് ആണ്. അതുകൊണ്ട് ഈ ഒരു സൈഡും 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഈ 2 സൈഡ്സും ഈക്വലും ആയതുകൊണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണമായിരിക്കും. അതുപോലെ SO എന്ന് പറയുന്നത് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. തേർഡ് സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ആ പോയിന്റാണ് O. അതായത് PRൻ്റെ മിഡ് പോയിന്റ് ആണ് O. അതുകൊണ്ട് നമ്മൾ തൊട്ട് മുൻപത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ PSും RSും ഡയമീറ്റർ ആയി വരുന്ന രീതിയിൽ 2 സർക്കിൾസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സർക്കിൾ ഈ PRൻ്റെ മിഡ് പോയിന്റിലൂടെ കടന്നു പോകും. അതായത് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ Oയിലൂടെ കടന്നു പോകും. അതേപോലെ ട്രയാങ്കിൾ PQRും എന്താണ്, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമായിരിക്കും. അതുകൊണ്ട് ഈ 2 സൈഡ്സുമാണ് ഈക്വൽ. അതുകൊണ്ട് ഈ 2 സൈഡ്സും വ്യാസമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡയമീറ്റർ ആവുന്ന രീതിയിൽ 2 സർക്കിൾസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ 2 സർക്കിൾസും PRൻ്റെ മിഡ് പോയിന്റിലൂടെ കടന്നു പോകും, അതായത് Oയിലൂടെ. അപ്പം ഈ 2 ട്രയാങ്കിൾസും Oയിലൂടെ കടന്നു പോകും, ഈ 2 ട്രയാങ്കിൾസും Oയിലൂടെ കടന്നു പോകും. അതുകൊണ്ട് നമ്മൾ 4 സർക്കിൾസും ഒരു പോയിന്റ്, അതായത് Oയിലൂടെ കടന്നു പോകുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഞാൻ 8th ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് ദിസ് ഇസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആസ് ഇൻ ദ പിക്ചർ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തിൻ്റെ കേസിലാണ് പ്രൂവ് ചെയ്തത്. അതായത് 4 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ, സപ്പോസ് അടുത്തടുത്ത 2 വശങ്ങൾ മാത്രമേ ഈക്വൽ ആയിട്ടുള്ളൂ. അതായത് ഇവിടെ PQRS എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. എങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽ ആണ്? അടുത്തടുത്ത 2 വശങ്ങൾ തുല്യമാണ്. അതായത് ഈ ഒരു സൈഡും ഈക്വൽ ആണ്. അതുപോലെ ഈ ഒരു സൈഡും ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് 4
സൈഡ്സും ഡയമീറ്റർ ആവുന്ന രീതിയിൽ ഒരു സർക്കിൾ 4 സർക്കിൾസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 4 സർക്കിൾസും ഒരു പോയിന്റിലൂടെ കടന്നു പോകും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ പി ക്യൂവും ആർ എസും ഈക്വൽ ആണ്, ക്യു ആറും ആർ എസും പി ക്യൂവും പി എസും ഈക്വൽ ആണ്, അതേപോലെ ആർ എസും ക്യു ആറും ഈക്വൽ ആണ്. രണ്ട് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 സൈഡ്സും ഡയമീറ്റർ ആവുന്ന രീതിയിൽ പി ക്യു ഡയമീറ്റർ ആവുന്ന രീതിയിൽ ഒരു സർക്കിൾ കൺസിഡർ ചെയ്തു, ക്യു ആർ ഡയമീറ്റർ ആവുന്ന രീതിയിൽ ഒരു സർക്കിൾ കൺസിഡർ ചെയ്തു, ആർ എസ് ഡയമീറ്റർ ആവുന്ന രീതിയിൽ വേറൊരു സർക്കിൾ കൺസിഡർ ചെയ്തു, അതേപോലെ പി എസ് ഡയമീറ്റർ ആവുന്ന രീതിയിൽ ഒരു സർക്കിൾ കൺസിഡർ ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ 4 സർക്കിൾസും ഒരു കോമൺ പോയിന്റിലൂടെ കടന്നു പോകുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ പോയിന്റ് ഒ ആണ്, ഒയിലൂടെ കടന്നു പോകുന്നു 4 സർക്കിൾസ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, എസ് ആർ എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ആ ഡയമീറ്ററിന്റെ രണ്ടറ്റത്തു നിന്നും ആ സർക്കിളിന്റെ മുകളിലേക്ക് വരയ്ക്കുന്ന ഒരു കോണാണ് ഈ കോൺ. അതുകൊണ്ട് അതെന്തായിരിക്കും 90 ഡിഗ്രി, അർദ്ധവൃത്തത്തിലെ കോൺ അല്ലെങ്കിൽ സെമി സർക്കിളിലെ ആംഗിൾ ആണ്. അതേപോലെ ക്യു ആർ ഡയമീറ്റർ ആണ്. ക്യു ആറിന്റെ രണ്ടറ്റത്തു നിന്നും സർക്കിളിന്റെ മുകളിലേക്ക് വരയ്ക്കുന്ന ഒരു കോണാണ് ഇത്. അതും 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇതും 90 ഡിഗ്രി ആയിരിക്കും, ഇതും 90 ഡിഗ്രി ആയിരിക്കും. 4 കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്യു ആർ എസ് എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ആ ട്രയാങ്കിളിൻ്റെ ഈ 2 സൈഡ്സും ഈക്വൽ ആണ്. കാരണം അത് അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ത്രികോണം ക്യു ആർ എസ് എന്ന് പറഞ്ഞ ഈ ഒരു ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. കാരണം ഈ 2 സൈഡ്സും ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആറിൽ നിന്ന് തേർഡ് സൈഡ് ക്യു എസിലേക്ക് വരയ്ക്കുന്നത് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. കാരണം ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഒ എന്ന് പറയുന്നത് എസ് ക്യൂവിൻ്റെ അല്ലെങ്കിൽ ക്യു എസിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മുൻപുള്ള ക്വസ്റ്റ്യനിൽ 7th ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണത്തിന്റെ ഈക്വൽ ആയിട്ടുള്ള 2 സൈഡ്സും വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആവുന്ന രീതിയിൽ 2 സർക്കിൾസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, 2 വൃത്തങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വൃത്തങ്ങൾ കടന്നു പോകുന്നത് 3ാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും. ഇവിടെ തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ഒ. അങ്ങനെയാണെങ്കിൽ ഒയിലൂടെ കടന്നു പോകും. ഈ 2 സർക്കിൾസും ഒയിലൂടെ കടന്നു പോകുന്നു എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ ഈ 2 സർക്കിൾസ് കൺസിഡർ ചെയ്യാം. ഈ സെക്കൻഡ് സർക്കിൾ കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ സർക്കിൾ പി എസ് ക്യു അല്ലെങ്കിൽ പി ക്യു എസ്. ഈ ട്രയാങ്കിളിനും ഇതേപോലെ എന്താണ്? ഈ 2 സൈഡ്സും ഈക്വൽ ആണ്. കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ പി ക്യു എസ്. ഓക്കെ, ഈ 2 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ട്രയാങ്കിൾ പി ക്യു എസ് എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഒ എന്നുള്ള പോയിന്റ് ആണ്. പി ഒ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അതായത് ക്യു എസിന്റെ മിഡ് പോയിന്റ് ആണ് ഒ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മുൻപുള്ള ഒരു 7th ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ ആയിട്ടുള്ള 2 സൈഡ്സും ഡയമീറ്റർ ആവുന്ന രീതിയിൽ 2 സർക്കിൾസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ 2 സർക്കിൾസും ഒരു കോമൺ പോയിന്റിലൂടെ, ഏത് പോയിന്റിലൂടെ? ക്യു എസിന്റെ തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ കടന്നു പോകും. ഇവിടെ തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റ് ഒ ആണെന്നാണ് എടുത്തത്. അതുകൊണ്ട് ഒയിലൂടെ കടന്നു പോകും. ഓക്കെ, അതായത് ആദ്യം നമ്മൾ ഇവിടെ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പോൾ പി ഒ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും എന്നുള്ളതാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അതുകൊണ്ട് ഈ 2 സൈഡും ഈക്വൽ ആണ്. അതായത് ഒ ആണ് മിഡ് പോയിന്റ്. ഒ മിഡ് പോയിന്റ് ആണെങ്കിൽ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും 2 സർക്കിൾസും കടന്നു പോകുക എന്നുള്ളത് 7th ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഈ 2 സർക്കിൾസും പോകുന്നത് ഒ എന്ന പോയിന്റിലൂടെയാണ്. അതേപോലെ ഈ 2 സർക്കിൾസും പോകുന്നതും ഒയിലൂടെയാണ്. അതുകൊണ്ട് 4 സർക്കിൾസും ഒ എന്ന് പറയുന്ന ഒരു കോമൺ പോയിന്റിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി 9th ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: A triangle is drawn by joining a point on a circle to the ends of the diameter. Then semicircles are drawn with the other 2 sides of as diameter. Prove that the sum of the area of the blue and red crescents in the second picture is equal to the area of the triangle. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഒരു ട്രയാങ്കിൾ ഒരു സെമി സർക്കിളിന്റെ ഡയമീറ്റർ ഒരു സൈഡായി കൊണ്ട് ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു. അതേപോലെ ഈ സെമി സർക്കിൾ വരച്ച ട്രയാങ്കിളിന്റെ മറ്റ് 2 സൈഡ്സും ഡയമീറ്റർ ആവുന്ന രീതിയിൽ. അപ്പം ഇതാണ് ഈ ഒരു സെമി സർക്കിളിന്റെ ഡയമീറ്റർ ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ഇതാണ്.
ഓക്കെ, മറ്റ് രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന അത് ഡയമീറ്റർ ആവുന്ന രീതിയിൽ ഒരു ട്രയാങ്കിളും വരച്ചിട്ടുണ്ട്. ബി ഡയമീറ്റർ ആവുന്ന രീതിയിൽ മറ്റൊരു സർക്കിളും വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബി ഡയമീറ്റർ ആവുന്ന രീതിയിൽ ഒരു സെമി സർക്കിളും വരച്ചിട്ടുണ്ട്. ഓക്കെ, എ ഡയമീറ്റർ ആവുന്ന രീതിയിൽ ഒരു സെമി സർക്കിളും ബി ഡയമീറ്റർ ആവുന്ന രീതിയിൽ ഒരു സെമി സർക്കിളും വരച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ, ബ്ലൂ കളറും കളേഴ്സ് ആണ് കൊടുത്തത് ഇവിടെ, ഇത് രണ്ടുമാണ് ആ ഷെയ്ഡഡ് റീജിയൻ. ഈ റീജിയന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനായി ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത നമുക്കറിയാം, ഇത് 90 ഡിഗ്രി ആയിരിക്കും, അതുകൊണ്ട് ഇതൊരു മട്ടത്രികോണമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് എന്തായിരിക്കും, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ, ഇതാണ് 90 ഡിഗ്രി. അപ്പം പാദം അല്ലെങ്കിൽ ബേസ് ഇതായിരിക്കും, ഓൾട്ടിറ്റ്യൂഡ് ഇതായിരിക്കും, ഹൈപ്പോട്ടന്യൂസ് ഇതായിരിക്കും. ഓക്കെ, അപ്പം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ രണ്ട് ഷെയ്ഡഡ് റീജിയന്റെ ഏരിയയും ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഓക്കെ ഹാഫ് ബി എച്ച് എന്നുള്ളതാണ് ഏരിയ കാണാനുള്ള, ഒരു ത്രികോണത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ്. ഓക്കെ, ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ എ ആണ്, അതുകൊണ്ട് ഹാഫ് എ, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്, അതുകൊണ്ട് ഹാഫ് എ ബി എന്ന് കിട്ടും. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടി. ഇനി ഈ ഒരു ഹാഫ് എ ബി ആണ് ഇത് രണ്ടിൻ്റെയും ഏരിയ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനായി ഈ രണ്ട് റീജിയൻ കിട്ടുന്നതിന് ഈ രണ്ട് സെമി സർക്കിളിൻ്റെയും ഏരിയ കണ്ടിട്ട് ഈ ഷെയ്ഡ് ചെയ്യാത്ത രണ്ട് റീജിയനും മൈനസ് ചെയ്താൽ മതിയല്ലോ. ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, അതായത് ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയയും കാണും. എന്നിട്ട് ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ മതി നമുക്ക്, അതുകൊണ്ട് ഷെയ്ഡ് ചെയ്യാത്ത രണ്ട് റീജിയൻ്റെ ഏരിയ മൈനസ് ചെയ്യും. അതെങ്ങനെ കാണും, ഈ ഷെയ്ഡ് ചെയ്യാത്ത റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇവിടെ ഈ സെമി സർക്കിളിൻ്റെ ഏരിയ കാണും, എന്നിട്ട് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്യാത്ത റീജിയൻ്റെ ഏരിയ കിട്ടുമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് ഇത്രയേ ഉള്ളൂ. അത് ആദ്യം നമ്മൾ ഈ ഒരു റീജിയൻ്റെ ഷെയ്ഡ് ചെയ്യാത്ത റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കും. അതിന് ഫസ്റ്റ് പിക്ചർ എടുക്കുക, അതായത് ഈ ഷെയ്ഡ് ചെയ്യാത്ത ഈ ഒരു ഭാഗത്തിൻ്റെ പരപ്പളവ് അത് കണ്ടുപിടിക്കാൻ ഈ ചിത്രത്തിൽ ത്രികോണത്തിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് കാണാം, എന്നിട്ട് ത്രികോണത്തിന്റെ പരപ്പളവ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് റീജിയന്റെയും ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ട് റീജിയന്റെയും, അതായത് ഈ സെമി സർക്കിളിന്റെയും ഏരിയ കാണും. എന്നിട്ട് നമ്മളിവിടെ കണ്ടുവച്ച ഈ രണ്ട് ഷെയ്ഡ് ചെയ്യാത്ത റീജിയന്റെ ഏരിയ മൈനസ് ചെയ്യും. ഓക്കെ, അത് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കുക, ആദ്യം ഏരിയ ഓഫ് സെമി സർക്കിൾ ഈക്വൽ ടു സെമി സർക്കിളിന്റെ ഏരിയ ആണ്. സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr സ്ക്വയർ ആണ്. അപ്പൊ സെമി സർക്കിൾ ആകുമ്പോൾ അതിന്റെ പകുതി, അതുകൊണ്ട് ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസിന് പകരം ഇവിടെ സി ആണ്, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് സി ആയിട്ടാണ് എടുത്തത്. അതുപോലെ ഈ ലെങ്ത് എയും ഈ ലെങ്ത് ബി ആയിട്ടാണ് എടുത്തത്. അപ്പം ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതി, അതുകൊണ്ട് c/2 ഹാഫ് πr സ്ക്വയർ എന്നുള്ളതിന് പകരം നമ്മൾ ഹാഫ് c/2 ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. അതായത് ഹാഫ് പൈ സി സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, അതിന് വേണമെങ്കിൽ പൈ സി സ്ക്വയർ ബൈ 8 എന്ന് കൊടുക്കാം. ഓക്കെ, അതാണ് ഈ സെമി സർക്കിളിന്റെ ഈ മൊത്തം ഏരിയ അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ ആണ് കാണേണ്ടത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ റീജിയന് വേണമെങ്കിൽ 1, 2 എന്ന് കൊടുക്കാം. അപ്പം ഏരിയ ഓഫ് 1 and 2 ഈക്വൽ ടു ഈ സെമി സർക്കിളിന്റെ ഏരിയ മൈനസ് ട്രയാങ്കിളിന്റെ ഏരിയ. ഓക്കെ, അതുകൊണ്ട് പൈ സി സ്ക്വയർ ബൈ 8 മൈനസ് ഹാഫ് എ ബി. ഓക്കെ, പൈ സി സ്ക്വയർ ബൈ 8 മൈനസ് ഹാഫ് എ ബി. ഓക്കെ, ഇനി
ഓക്കെ, ഇത് ഇതുപോലെ തന്നെ ഇവിടെ നിന്നോട്ടെ. ഇതിന് വേണമെങ്കിൽ ഇക്വേഷൻ 1 കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം കണ്ടുപിടിച്ചു. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് AB ആണെന്ന് കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് ഈ ട്രയാങ്കിൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു വെച്ചു. അപ്പോൾ അതിന് ആദ്യം ഏരിയ ഓഫ് സെമി സർക്കിൾ കണ്ടുപിടിച്ചു. ഈ വലിയൊരു സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πc²/8 ആണ്. അപ്പോൾ ഈ ഒരു റീജിയൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സെമി സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഈ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവിൽ നിന്ന് ത്രികോണത്തിൻ്റെ പരപ്പളവ് മൈനസ് ചെയ്തു എഴുതി വെച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ അല്ലേ. അതിനാദ്യം എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് സെമി സർക്കിളിൻ്റെ ഏരിയ, ഫസ്റ്റ് 1 കൊടുത്തത് ഈ ഒരു സെമി സർക്കിളാണ്, അതിൻ്റെ ഏരിയയും 2 കൊടുത്തത് രണ്ടാമത്തെ സെമി സർക്കിളാണ്, അതിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏരിയ ഓഫ് സെമി സർക്കിൾ 1 and 2 എന്നാണ് കൊടുക്കുന്നത്. ഏരിയ ഓഫ് സെമി സർക്കിൾസ് 1 and 2. ഓക്കെ, ഇവിടെ കൊടുത്തത് 1ഉം 2 ആണ്. ഇത് റോമൻ ലെറ്റർ 1, 2 ആണ്. ഓക്കെ, 1 and 2 ഈക്വൽ ടു എന്താ വരിക? യെസ്, ഇവിടെ വരുന്നത് ഇത് സെമി സർക്കിൾ ആയതുകൊണ്ട് ഹാഫ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഹാഫ് ഇൻറ്റു ഇവിടെ വ്യാസമാണ് a, അപ്പം r എന്ന് പറഞ്ഞാൽ a/2. ഓക്കെ, അപ്പം πr² പകരം a/2 ഹോൾ സ്ക്വയർ പ്ലസ് 2ൻ്റെ ഏരിയ എന്ന് പറഞ്ഞാലോ യെസ് ഹാഫ് π ഇൻറ്റു b/2 ഹോൾ സ്ക്വയർ. ഓക്കെ ഓക്കെ, ഇതിന് വേണമെങ്കിൽ ഹാഫ് π ഇതൊന്ന് മാറ്റി എഴുതാം. ഹാഫ് π ഇൻറ്റു a²/4 പ്ലസ് ഹാഫ് π ഇൻറ്റു b²/4. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഷെയ്ഡഡ് റീജിയൻ. ഇപ്പം നമ്മൾക്ക് ഈ ഒരു റീജിയൻ്റെ മൊത്തം ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയും റീജിയൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമുക്കാകെ വേണ്ടത് എന്താണ്? ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ മതി. അതായത് ഈ 1 and 2 എന്ന് പറയുന്ന ആ ഒരു ഏരിയ മൈനസ് ചെയ്യണം. ഈ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് 1ൻ്റെയും 2ൻ്റെയും ഏരിയ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഈ 1 ഉള്ള ഇക്വേഷൻ കൊടുത്തത് അത് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പം ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക? ഈ ഏതിൻ്റെ ഏരിയ, 2 സെമി സർക്കിളിൻ്റെയും ഏരിയ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാ ഇതിൽ നിന്ന് ഈ 1, 2 ഈ ഒരു ഭാഗം മൈനസ് ചെയ്താൽ മതി. അതായത് ഇക്വേഷൻ 1 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഹാഫ് π a²/4 പ്ലസ് ഹാഫ് π b²/4 മൈനസ് πc²/8 മൈനസ് ഹാഫ് ab എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ് ഇക്വേഷൻ. π a² അതുപോലെ വെച്ചു, 2ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്തു, അതുകൊണ്ട് π a²/8 പ്ലസ് പൈന്ന് അതുപോലെ വെച്ചു, b² അതുപോലെ വെച്ചു, താഴെയുള്ള 2നെയും 4നെയും മൾട്ടിപ്ലൈ ചെയ്തു, 8 കിട്ടി. മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, മൈനസ് πc²/8. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ, മൈനസ് വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? പ്ലസ് ഹാഫ് ab ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് പൈതഗോറസ് സിദ്ധാന്തം അറിയാം അല്ലേ? എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ. ഇതാണ് കർണം, 90 ഡിഗ്രി ഇവിടെയാണ്, അതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത്. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എയും ബിയും സിയും കൊടുത്തതുകൊണ്ട് a² പ്ലസ് b² ഈക്വൽ ടു c². ഓക്കെ, ഇനി ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതേ ഉള്ളൂ. അതായത് c² ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ a² പ്ലസ് b² പ്ലസ് c² ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് c² വരും, ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇക്വേഷനിലേക്ക് നോക്കൂ. π/8 a². ഇവിടെ എല്ലായിടത്തും ഈ 3 എണ്ണത്തിലും π/8 കോമൺ ആണ്. അപ്പം ഞാൻ അതുകൊണ്ട് π/8നെ പുറത്തേക്ക് എടുത്തു. അപ്പം ഇവിടെ ബാക്കി ഒരു a² ഉണ്ടാവും, ഇവിടെ ബാക്കി b² ഉണ്ടാവും, ഇവിടെ മൈനസ് c² ഉണ്ടാവും. ഓക്കെ, ദെൻ പ്ലസ് ഹാഫ് ab യും ബാക്കി. ഹാഫ് ab യിൽ കോമൺ ആയിട്ട് π/8 ഇല്ലാത്തതുകൊണ്ട് ബ്രാക്കറ്റിന്റെ പുറത്താണ് എഴുതിയത്. ഓക്കെ, ഇനി ഇതെന്താണ് നോക്കൂ, a² പ്ലസ് b² പ്ലസ് c² 0 ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, π/8 ഇൻറ്റു 0 പ്ലസ് ഹാഫ് ab. ഓക്കെ, π/8 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0, അതുകൊണ്ട് ഹാഫ് ab മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ആണ് ഹാഫ് ab കിട്ടിയത്. ഓക്കെ, നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഈ ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയയും ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയയും ഈക്വൽ ആണെന്ന്. ഓക്കെ, നോക്കൂ, എന്താണ് ട്രയാംഗിളിന്റെ ഏരിയ നമ്മൾ കണ്ടുവച്ചത്? ഹാഫ് ab ആണ്. ഇവിടെ നമുക്ക് കിട്ടിയത് നോക്കൂ, ഷെയ്ഡഡ് റീജിയൻ ഹാഫ് ab ആണ്.
ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രൂഫ്. പേജ് നമ്പർ 42 എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.